എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു അപ്പത്തിന് തലേദിവസം അരി അരച്ചൊന്നും വെക്കണ്ട. നമ്മളിത് അരിയിലല്ല ചെയ്യുന്നത്, റവ വെച്ചിട്ടാണ്. ഈ ഒരു അപ്പം നമുക്ക് അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റവയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇത് വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിൽ നോർമൽ വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്, ഇളം ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മറക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിതിലിപ്പം ഇളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈസ്റ്റൊക്കെ പെട്ടെന്ന് പുളിച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്കൊരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലിനി നമ്മളിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവശ്യം ഉണ്ടെങ്കിൽ അരമണിക്കൂറിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ഈസ്റ്റ് ചേർത്തതിന് പകരം വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ അരമണിക്കൂറിന് ശേഷം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു ബാറ്റർ കുറേ കൂടെ ലൂസാവാനും പാടില്ല, അതുപോലെ കുറേ കൂടെ തിക്കായി വരാനും പാടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ കോരി ഒഴിച്ച് കൊടുക്കാം. ഇത് കുറേ കൂടെ പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ നിറച്ച് ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മൂടി മാറ്റാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നിറച്ച് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടുത്ത അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള റവയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എന്തോരം സോഫ്റ്റാണെന്ന്. അതുപോലെ തന്നെ കാണാനാണേലും നല്ല ഭംഗിയാണ്, നിറച്ച് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു അപ്പം കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. എനിക്ക് ശരിക്കും പച്ചരി വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പത്തെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഈ ഒരു അപ്പമാണ്. അതുപോലെ തന്നെ ഈ ഒരു അപ്പത്തിന് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.